അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 10,000 പിതൃതർപ്പണം നടത്തി സായുജ്യമടഞ്ഞു. ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, മാട്ടുക്കട്ട, ഹരിതീർത്ഥപുരം, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണം നടത്തി സായുജ്യമടഞ്ഞത്. പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചാണ് ഭക്തർ ബലിതർപ്പണം നടത്തിയത്. 10,000-ഓളം പേരാണ് ഇന്ന് പിതൃമോക്ഷം തേടി അയ്യപ്പൻകോവിലിൽ എത്തിയത്. പുണ്യനദിയായ പെരിയാർ നിമജ്ജനത്തിനും ബലിതർപ്പണത്തിനും പ്രശസ്തമാണ്. പെരിയാറിന്റെ തീരത്തുള്ള പുരാതന ക്ഷേത്രമായതിനാൽ എല്ലാ വർഷവും ഇവിടെ ബലിതർപ്പണത്തിന് 10,000-ങ്ങളാണ് ഒഴുകിയെത്തുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കോരിച്ചൊരിയുന്ന മഴയിലും പിതൃസ്മരണയിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തി സായുജ്യമടഞ്ഞത്. പെരിയാറ്റിൽ ഒഴുക്കും വെള്ളം ഉയർന്നു നിൽക്കുന്നതിനാൽ സുരക്ഷ ഒരുക്കിയാണ് തർപ്പണം നടത്തിയത്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഭക്തർ ക്ഷേത്രക്കടവിലെത്തി ബലിയിട്ട് തർപ്പണം നടത്തി. ബലിതർപ്പണത്തിന് ശേഷം സായുജ്യ പൂജയും തിലഹവനവും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്ര കമ്മിറ്റി തയ്യാറാക്കിയ ഔഷധക്കഞ്ഞിയും സേവിച്ചാണ് ഭക്തർ മടങ്ങിയത്. വർത്തമാന വ്യവഹാരികെ നാമസംവത്സരെ അയനെ ഋതോ മാസേ പക്ഷേ നക്ഷത്രേ ഏവഗുണ വിശേഷണ വിശിഷ്ടയാം പുണ്യദുതോ മമ സമസ്ത പാപക്ഷയാർത്ഥം മമ സകുടുംബാനാം പിതൃണ ദുർഗതി നിവർത്തിദ്വാര സൽഗതി പ്രാപ്ത്യർത്ഥം ക്ഷേത്രസന്നിധോ ദേവതാസന്നിധോ അസ്മാകം വംശേ മൃദാന പിതൃത്വ പിതാമഹ പ്രവിത. ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. മഴ നനയാതെ ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ടായത് ഭക്തർക്ക് അനുഗ്രഹമായി. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ബലിയിട്ട് പെരിയാറ്റിൽ തർപ്പണം നടത്താൻ വിപുലമായ സൗകര്യമാണ് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നത്. ബലിതർപ്പണത്തിന് ശേഷം ഭക്തർ സായുജ്യ പൂജയിലും ഔഷധ സഭയിലും പങ്കെടുത്താണ് മടങ്ങിയത്. അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. ക്ഷേത്ര പരിസരത്ത് ബലിയിട്ട് ക്ഷേത്രക്കടവിലാണ് തർപ്പണം നടത്തിയത്. തർപ്പണത്തിന് ശേഷം പിതൃമോക്ഷത്തിനായുള്ള സായുജ്യ പൂജയും ഔഷധക്കഞ്ഞി സേവയും നടത്തിയ ശേഷമാണ് ഭക്തർ തിരികെ പോയത്. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.